ഇനി നമ്മൾ ബേസിക്കായിട്ടൊരു കാര്യം വേണ്ടി നോക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും ബേസിക്കായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഇതിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ പാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഗ്രേഡിയൻ്റെ ഒരു ഓപ്ഷനും ഗ്രേഡിയൻ്റെ കളർ പാലറ്റും ഈ കളർ പാലറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഗ്രേഡിയൻ്റ് കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതിന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി ഇവിടെ സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 കളർ ഗ്രേഡിയൻ്റ് ആയി. അതാണ് ഗ്രേഡിയൻ്റെ ഒരു ബേസിക്. ഇനി നമുക്ക് സ്ട്രോക്ക് ഒന്ന് അപ്ലൈ നോക്കാം. സ്ട്രോക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏത് ഒബ്ജക്റ്റിലാണോ നമുക്ക് സ്ട്രോക്ക് കൊടുക്കേണ്ടത്, സ്ട്രോക്ക് എന്നാൽ ചുറ്റുമുള്ള ഒരു ബോർഡർ ലൈൻ, ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ചുറ്റും നമുക്കൊരു ബോർഡർ ലൈൻ പോലെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്കിൻ്റെ ഇവിടെ വരെ ഒരു പ്ലസ് ചിഹ്നം കാണും, പ്ലസ്. അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഫില്ല് പോലെ തന്നെ നമുക്കൊരു കളർ പാലറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രോക്കിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു കുഞ്ഞു ലൈനേ ഉള്ളവിടെ കാണുന്നുള്ളൂ അല്ലേ. ഈ ലൈനിനെ നമുക്ക് ഡെപ്ത് കൂട്ടാൻ സാധിക്കും. അതിനിവിടെ വന്നതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. തിരിച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ കുറയും, അങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ കുറയ്ക്കും, കൂടും. നമുക്കിവിടെ വന്നിട്ട് ഞാൻ 3 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 5 കൊടുക്കാം. ഇപ്പോൾ കാണില്ലേ, അവിടെ നമുക്ക് ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഈ പൊസിഷനിൽ വന്നതിന് ശേഷം ഇപ്പം ഡീഫോൾട്ടായിട്ട് ഇൻസൈഡ് ആയിരിക്കും. ഞാനിവിടെ സെൻറ്റർ കൊടുക്കുകയാണ്. സെൻറ്റർ സ്ട്രോക്ക് സെൻറ്ററിൽ നിന്നാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഇൻസൈഡ് ആണെങ്കിൽ കണ്ടില്ല അകത്തോട്ടായിട്ടുണ്ട്, ഔട്ട്സൈഡ് ആണെങ്കിൽ വെളിയിലോട്ടാവും. ഇനി ഈ സ്ട്രോക്കിൽ തന്നെ വേറൊരു സെറ്റിംഗ് കൂടെ ഉണ്ട്, നോക്കി പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾ, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് അങ്ങനെ 3 ഓപ്ഷനുണ്ട്. പിന്നെ കസ്റ്റം ഓപ്ഷനും ഉണ്ട്. ആദ്യം നമുക്കിത് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും സ്റ്റോക്ക്. ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ മാത്രം സ്റ്റോക്ക്, കണ്ടില്ലേ. ബോട്ടം താഴെ മാത്രം, ലെഫ്റ്റ്, റൈറ്റ്, മനസ്സിലായല്ലോ. അത് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാണ്. ഇനി നമുക്ക് എല്ലാ സൈഡിലും സ്റ്റോക്കിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. ഞാനിവിടെ 10 കൊടുക്കുകയാണ്, ഇവിടെ 25 കൊടുക്കുകയാണ്, ഇവിടെ 30 കൊടുക്കുകയാണ്, ഇവിടെ 55 കൊടുക്കുകയാണ്. കണ്ടില്ലേ, സ്റ്റോക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലേ. ഓക്കെ, ഇവിടെ അതുപോലെ ഞാൻ സ്റ്റോക്ക് കൊടുത്തു. ഈ സ്റ്റോക്കിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ 4 ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ പ്ലസ്സിൽ പോവുക, ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ചാപ്റ്റർ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഇവിടെ കളർ പാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ സ്റ്റോക്ക് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് അതിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ.